നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ പ്രഭാതത്തിലേക്ക് കടക്കുകയാണ്. കർക്കിടക പെയ്ത്തിലെ മഴക്കെടുതിയിൽ കൊടും ദുരിതത്തിലാണ് സംസ്ഥാനം. പക്ഷേ ആശ്വാസകരമായി മഴയുടെ ശക്തി കുറയുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. ചിലയിടങ്ങളിൽ മാത്രമാണ് ഇന്ന് അവധിയുള്ളത്. കോട്ടയത്തും വയനാട്ടിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും ഒപ്പം വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇന്ന് അവധിയുള്ളത്. ഒപ്പം തന്നെ നോക്കുകയാണെങ്കിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രധാനമാണ് ഇന്നത്തെ ദിവസം. പഹൽഗാം ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയും ഓപ്പറേഷൻ സിന്ദൂരിലെ അമേരിക്കൻ ഇടപെടലും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് സർക്കാരിന്റെ വിശദീകരണത്തിനാണ്. നിരവധി വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഓപ്പറേഷൻ സിന്ദൂരിൽ നിന്ന് ലോക്സഭയിൽ ചർച്ച. 16 മണിക്കൂർ ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടക്കമിടും. പ്രധാനമന്ത്രി സംസാരിക്കും. ചർച്ചയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയേക്കും. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയും ചർച്ച നയിക്കും. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. വിഷയം പാർലമെന്റിൽ ഉന്നയിക്കും. സഭാ കവാടത്തിൽ പ്രതിഷേധിക്കും. കോടതിയിൽ ഇന്ന് സഭാ നേതൃത്വം ജാമ്യാപേക്ഷ നൽകും. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കണോ എന്നതിൽ ഉത്തരവ് പറയും. കേസ് പരിഗണിക്കുന്നത് തിരുവനന്തപുരത്തെ പ്രത്യേക വിജിലൻസ് കോടതി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. വാർഷിക ദിനമായ ജൂലൈ 30-നകം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങളില്ലാത്തതിനാൽ പ്രതിസന്ധിയിലായി കാഴ്ചാ പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥ. നടപടിയെടുക്കാതെ വിദ്യാഭ്യാസ വകുപ്പ്. ചെസ് വനിതാ ലോക ചാമ്പ്യനെ ഇന്നറിയാം. കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖും ടൈ ബ്രേക്കറിൽ ഏറ്റുമുട്ടും. മത്സരം വൈകിട്ട് 4:35 മുതൽ. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പഹൽഗാം, ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ ഇന്ന് പാർലമെന്റിൽ 16 മണിക്കൂർ ചർച്ച നടക്കും. പ്രതിപക്ഷ ചോദ്യങ്ങൾക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരെയാണ് മറുപടി നൽകാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി 2 സഭകളിലും സംസാരിക്കും. സഖ്യകക്ഷികളായ TDP, JDU MPമാരും ചർച്ചയുടെ ഭാഗമാകും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധികളുടെ തലവന്മാരും ദൗത്യം സംബന്ധിച്ച് വിശദീകരിച്ചേക്കും. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെയും ചർച്ച നയിക്കും. പ്രിയങ്ക ഗാന്ധി, ഗൗരവ് ഗൊഗോയ്, KC വേണുഗോപാൽ എന്നിവരും സംസാരിച്ചേക്കും. SP-യിൽ നിന്ന് അഖിലേഷ് യാദവ്, TMC-യിൽ നിന്ന് അഭിഷേക് ബാനർജി എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കും. ഇന്നു മുതൽ ബുധനാഴ്ച വരെ സഭയിൽ ഹാജരാകണമെന്ന് കാണിച്ച് കോൺഗ്രസ് ചീഫ് വിപ്പ് കൊടിക്കുന്നിൽ സുരേഷ് MP അംഗങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിലേക്ക് നയിച്ച സുരക്ഷാ വീഴ്ച, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന US അവകാശവാദം എന്നിവ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതോടൊപ്പം ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളി കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് കേരളത്തിൽ നിന്നുള്ള MPമാർ. ബെന്നി ബെഹനാൻ, ഹൈബീഡൻ എന്നിവർ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സഭാ കവാടത്തിന് മുന്നിൽ ധർണ നടത്തി പ്രതിപക്ഷ MPമാർ പ്രതിഷേധിക്കും. കന്യാസ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. അതേസമയം മനുഷ്യക്കടത്തും മതപരിവർത്തനവും അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് പ്രതി ചേർക്കപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് സഭാ നേതൃത്വം നൽകിയ ഹർജി ഇന്ന് ദുർഗ് ജില്ലാ കോടതി പരിഗണിക്കുന്നുണ്ട്. ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ വീട് സന്ദർശിച്ച അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA. പെന്തക്കോസ്ത് സഭാ വിഭാഗത്തിൽപ്പെട്ട പ്രായപൂർത്തിയായ 3 യുവതികളെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം
കോൺവെന്റിലെ ജോലിക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിലാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായത്. കള്ളക്കേസിൽ കുടുക്കിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ജിൻസ് ഫ്രാൻസിസ് പറഞ്ഞു. സ്റ്റേഷനിൽ കയറി ഇത് മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടാണുള്ളത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് അവരെ തുറന്നു വിടണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും നേതാക്കളും നൽകിയ ഹർജികളാണ് കോടതി ഇന്ന് പരിഗണിക്കുക. ജസ്റ്റിസുമാരായ സുധാംശു ധൂലിയ, ജോയ് മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും. വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തുന്നതിന് ആധാർ കാർഡ്, റേഷൻ കാർഡ്, വോട്ടർ കാർഡ് എന്നിവ പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകും. ഇനി സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരത്തെ പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. അജിത് കുമാറിന്റെ കാര്യത്തിൽ സർക്കാരിന് വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോടതി ഇന്ന് തീരുമാനം അറിയിക്കും. റിപ്പോർട്ടിന്റെ ഒറിജിനൽ ഹാജരാക്കാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ADGP MR അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന് കവടിയാറിൽ ഭൂമി വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നത് അഴിമതി പണം ഉപയോഗിച്ചാണ് എന്നായിരുന്നു ഹർജി. നമ്മൾ ആദ്യം തലക്കെട്ടിൽ സൂചിപ്പിച്ച ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. വിദ്യാഭ്യാസ വിഭാഗം വലിയൊരു നേട്ടം തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നേടിയെങ്കിലും ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ്. അവരുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ബ്രെയിൽ ലിപി പാഠപുസ്തകങ്ങൾ ഇല്ലാത്തത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കാഴ്ച പരിമിതിയുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ. 10ാം ക്ലാസ് വരെ സ്വതന്ത്രമായി പഠിച്ചിരുന്ന ഇവർ ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ പഠനത്തിനായി മറ്റുള്ളവരുടെ സഹായം തേടേണ്ട അവസ്ഥയാണ്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ കത്ത് നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ താമസിച്ചിരുന്ന ലോഡ്ജിന് ചുറ്റുമായി 2 കിലോമീറ്റർ ഉലാത്തലോടെയാണ് എൻ്റെ ഒരു ദിവസം ആരംഭിക്കുക. ഈ പ്രഭാത സവാരി വേളയിൽ ഞാൻ അന്നത്തേക്കുള്ള ഒരു പൊതുപരിപാടി തയ്യാറാക്കും. 10ാം ക്ലാസ് വരെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭിച്ചിരുന്നത് കൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ആരുടെയും സഹായമില്ലാതെ സ്വതന്ത്രമായി പഠിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹയർ സെക്കൻഡറിയിലെ അവസ്ഥ അതല്ല. ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതാണ് ഇവർക്ക് പ്രതിസന്ധിയാകുന്നത്. പാഠപുസ്തകങ്ങൾ ഇല്ലാത്തതിനാൽ പഠിക്കാൻ വളരെ പ്രയാസമാണെന്ന് വിദ്യാർത്ഥി ആയിഷ സമീഹ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെ ഇങ്ങനെ ബ്രെയിൽ ടെക്സ്റ്റ് ബുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക് കിട്ടിയിരുന്നു. പക്ഷേ ഹയർ സെക്കൻഡറി മുതൽ അങ്ങനെ ബ്രെയിൽ പുസ്തകം അവൈലബിൾ അല്ല. അതുകൊണ്ട് പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഈ PDF ഒക്കെ നോക്കിയിട്ട് ആരെങ്കിലും വായിച്ച് തന്നിട്ട് അതൊക്കെ എഴുതിയെടുത്തിട്ടാണ് പഠിക്കാറ്. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് അതും നടക്കില്ല. കാരണം സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവില്ല ഇത് വായിച്ചു തരാൻ. അപ്പോൾ പഠിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഓർബിറ്റ് റീഡർ ഉപയോഗിച്ചാണ് ആയിഷ നോട്ടുകൾ ടൈപ്പ് ചെയ്യുന്നത്. Constitution means is a body of written or unwritten rules and regulations which regulates the functioning of government. എന്നാൽ കാഴ്ച പരിമിതിയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓർബിറ്റ് റീഡർ ഉപയോഗിക്കാൻ അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് 1ാം ക്ലാസ് മുതൽ ഓർബിറ്റ് റീഡർ പരിശീലനം നൽകി അതോടൊപ്പം അവ സൗജന്യമായി നൽകിയാൽ അവർക്കത് വളരെ ഉപകാരമാകുമെന്ന് ആയിഷയുടെ പിതാവ് പറഞ്ഞു. +1 ഇതുവരെ നിലവിൽ പുസ്തകം അടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ മുമ്പ് പഠിച്ച കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. വിദ്യാഭ്യാസ മന്ത്രിക്കും നമ്മളെ സ്ഥലം MLAക്കൊക്കെ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 40-45 ദിവസത്തോളം ഇതുവരെ അതിനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ഓർബിറ്റ് റീഡർ എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിൽ ആരും അങ്ങനെ ഉപയോഗിക്കുന്നില്ല. അത് നമ്മൾ മദ്രാസിൽ ഇവിടെ കണ്ണിൻ്റെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയപ്പോൾ അവർ പരിചയപ്പെടുത്തി തന്നൊരു സാറിനാണ് ഓർബിറ്റ് റീഡർ. അത് വെച്ചിട്ടാണ് അവരിപ്പോൾ എഴുതിയെടുക്കുന്നത്.
ശരിക്കും 1-ാം ക്ലാസ് മുതൽ ഇവിടുത്തെ സർക്കാർ എല്ലാ കുട്ടികൾക്കും അത് സൗജന്യമായിട്ട് നൽകുകയെന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൽ പുസ്തകത്തിൻ്റെ പ്രശ്നവും ഉണ്ടാവില്ല. അത് കുട്ടികൾക്കും സുഖമാണ്, സർക്കാരിനും സുഖമായിട്ട് മാറും. പഠനോപകരണങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ ആയിഷയെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് അത് വലിയ മാനസിക പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും സ്ഥലം MLA കൂടിയായ മന്ത്രി PA മുഹമ്മദ് റിയാസിനും ഉൾപ്പെടെ കത്തു നൽകി നടപടിക്കായി കാത്തിരിക്കുകയാണിവർ. അമൃത ന്യൂസ്, കോഴിക്കോട്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തിരുവനന്തപുരത്തെ പ്രത്യേക വിജിലൻസ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി നമ്മുടെ പ്രതിനിധി രജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഏറെ നിർണായകമാണ് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട്, അതായത് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ട് അംഗീകരിക്കണമോ വേണ്ടയോ എന്നതിൽ ഇന്ന് കോടതി തീരുമാനം പറയും. ഇതിന്റെ ഒറിജിനൽ ഹാജരാക്കണമെന്ന് നേരത്തെ തന്നെ കോടതി പറഞ്ഞിരുന്നല്ലോ. എന്തൊക്കെയാകും ഇന്നത്തെ സംഭവ വികാസങ്ങൾ? തിരുവനന്തപുരത്ത് വിജിലൻസിന്റെ പ്രത്യേക കോടതിയാണ് ഇന്ന് ഇത് പരിഗണിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് അന്വേഷണം നടത്തി MR അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിനായാണ് കോടതി ഇത് വീണ്ടും പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹർജി നൽകിയിട്ടുള്ള നാഗരാജ് വ്യക്തമാക്കുന്നത് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയത് MR അജിത് കുമാറിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത് എന്നും ഒപ്പം തന്നെ തനിക്ക് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഓതറൈസ്ഡ് സൈൻ ഉൾപ്പെടെ ഇല്ല എന്നുമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനകത്തും പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചതിന്റെ സാഹചര്യത്തിലാണ് കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായും കോടതിയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് കോടതിയിൽ ഇരുന്നുകൊണ്ട് ഹർജിക്കാരന് പരിശോധിക്കുകയും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ഹർജിക്കാരൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടിയാണ് കോടതി പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 33 ലക്ഷം രൂപയ്ക്ക് പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള 33 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി എന്നതാണ് ഒരു ആരോപണം MR അജിത് കുമാറിനെതിരെ ഉള്ളത്. മറ്റൊന്നുള്ളത് കവടിയാറിൽ 31 ലക്ഷം രൂപയുടെ ഫ്ളാറ്റ് വാങ്ങി 65 ലക്ഷം രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്ന കാര്യമാണ് മറ്റൊന്നുള്ളത്. ഒപ്പം തന്നെ കവടിയാറിൽ തന്നെ 65 ലക്ഷം രൂപയുടെ ഭൂമി വാങ്ങി അവിടെ ഒരു ആഡംബര വീട് MR അജിത് കുമാറും ഭാര്യ സഹോദരനും ചേർന്നുകൊണ്ട് നിർമ്മിക്കുന്നു. ഒപ്പം തന്നെ ഈ നിർമ്മാണത്തിൽ അജിത് കുമാറിന്റെ അഴിമതി പണം കൂടി ഉപയോഗിക്കുന്നുണ്ട് എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. ഈ ആരോപണങ്ങളൊക്കെയാണ് വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഹർജിക്കാരനായിട്ടുള്ള നാഗരാജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിനും ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യം പരിശോധിക്കുന്നതിനുമായാണ് കോടതി ഇന്ന് ഇക്കാര്യം വീണ്ടും പരിഗണിക്കുന്നത്. ഈ ഹർജി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും സർക്കാരിൽ സമർപ്പിക്കുകയും ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് കോടതി അംഗീകരിക്കണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കുക. ശരി, ADGP MR അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ നിർണായകം തന്നെയാണ്. രജിത് കുമാറാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത മഴയ്ക്ക് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശമനമുണ്ടായത്. അതേസമയം കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ വൻ നാശനഷ്ടമാണ് വടക്കൻ ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്തത്. പലയിടങ്ങളിലും വെള്ളം കയറുകയും നിരവധി കുടുംബങ്ങളെ വീടുകളിൽ നിന്നും മാറ്റി പ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ശക്തമായ കാറ്റിൽ മലപ്പുറത്ത് വൈദ്യുതി ലൈൻ കുളത്തിലേക്ക് പൊട്ടി വീണ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി. 2 SP-മാരുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ നടന്നത്. SIT സംഘം ഇന്ന് ധർമ്മസ്ഥലയിലെത്തും. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ധർമ്മസ്ഥലയിലെത്തുന്നത്. കർണാടക DGP-യുടെ മേൽനോട്ടത്തിൽ 20-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായിട്ട് 1 വർഷത്തോട് അടുക്കുകയാണ്. ഇപ്പോഴും പുനരധിവാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായി നടക്കുന്നുണ്ട്. ഏതായാലും അമൃത TVയുടെ പ്രത്യേക പരമ്പര അതിജീവനം അതിവേഗം.
ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിനായി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വാർഷിക ദിനമായ ജൂലൈ 30-നകം നിർമ്മാണം പൂർത്തീകരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. പ്രതികൂല കാലാവസ്ഥയിലും വീടിന്റെ നിലമൊരുക്കൽ പൂർത്തീകരിച്ച് ടൈൽസ് പാകുന്ന പ്രവൃത്തി തുടങ്ങി. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന മാതൃകാ വീടിന്റെ ശൗചാലയം, സിറ്റ് ഔട്ട്, അടുക്കള, സ്ലാബ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് ഇനി ചെയ്യാനുള്ളത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ വീടിന്റെ പെയിന്റ് അടി തുടങ്ങുമെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചു. തുടർച്ചയായ മഴയിൽ വീടിന്റെ ചുമരുകൾ നനയുന്നത് പെയിന്റ് അടിക്ക് പ്രതിസന്ധിയാവുകയാണ്. ഹീറ്റർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചുമർ ചൂടാക്കിയ ശേഷം പുട്ടിയും പെയിന്റും അടിക്കാനാണ് തീരുമാനം. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലയിൽ പണിതീരുന്ന വീട് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയത്. 2 കിടപ്പുമുറി, സിറ്റ് ഔട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീടിൽ പൂർത്തിയാവുന്നത്. 5 സോണുകളിലായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. ഏപ്രിൽ 16-നാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കും വിധമുള്ള വീടുകളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാതൃകാ വീട് ഗുണഭോക്താക്കൾക്ക് കാണുന്നതിനായി പ്രദർശിപ്പിക്കും. അമൃത ന്യൂസ്, വയനാട്. രാമ 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 പാഹി മാം. രാമായണം മൂല്യങ്ങളുടെ കലവറയാണ്. രാമായണ പാരായണത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനസ്സും ചിന്തയും ശുദ്ധീകരിക്കപ്പെടുന്നു. വനവാസത്തിനൊരുങ്ങുമ്പോൾ ലക്ഷ്മണന് അമ്മ സുമിത്ര നൽകുന്ന ഉപദേശം ഇന്നും ഏറെ പ്രസക്തമാണെന്ന് പാലാ മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി ബ്രഹ്മചാരി യതീശ്വരാമൃത ചൈതന്യ പറഞ്ഞു. മൂല്യങ്ങളുള്ള തലമുറകൾ രൂപപ്പെടുത്താൻ സഹായകരമാണ് സുമിത്രയുടെ ഈ ഉപദേശമെന്നും അദ്ദേഹം പറഞ്ഞു. രാമായണ പാരായണത്തിലൂടെ, അതിനെക്കുറിച്ചുള്ള മനനത്തിലൂടെ തൻ്റെ ചിത്തത്തെ ശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. 14 സംവത്സരം വനവാസത്തിനായി രാമനും സീതയും ലക്ഷ്മണനും തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മണൻ തൻ്റെ അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് പോകുന്ന നിമിഷം, അവിടെ അമ്മ ഉപദേശിക്കുന്ന സന്ദർഭം, രാമായണത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകം ഉടലെടുക്കുന്ന സമയമാണിത്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവിം വിദ്ധി ഗച്ഛതാത യഥാ സുഖം. രാമം ദശരഥം വിധി, രാമനെ നീ ദശരഥനായി അറിയണം. മാം വിദ്ധി ജനകാത്മജാം, സീതയെ നീ അമ്മയായി കാണണം. അയോധ്യാം അടവിം വിദ്ധി, അടവിയെ അയോധ്യയായി കാണണം. ഗച്ഛദാതായതാ സുഖം, അല്ലയോ മകനെ നീ മുന്നോട്ട് ഗമിച്ചാലും. ഇത് എന്തുകൊണ്ടാണ് ഈ ശ്ലോകം ഇത്രമാത്രം രാമായണത്തിൽ പ്രസിദ്ധമായതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ആന്തരിക അർത്ഥം വളരെ വലുതാണ്. രാമം ദശരഥം വിദ്ധി, ദശരഥം എന്ന വാക്കിന് ശരീരമെന്നർത്ഥമുണ്ട്, ഈ പ്രപഞ്ചമെന്നർത്ഥമുണ്ട്. രാമൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ചൈതന്യം പകരുന്ന, പ്രപഞ്ചത്തിന് ഊർജം പകരുന്ന ഊർജ സ്രോതസ്സാണ് രാമൻ. ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് എന്ന് നീ അറിഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് ഗമിക്കുക, നീ സേവിക്കുക എന്ന് അമ്മ ഉപദേശിക്കുകയാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ പ്രാണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്ന ആത്മാരാമനാണ് രാമൻ എന്ന് നീ അറിയണം. രണ്ടാമത്തത് മാം വിദ്ധി ജനകാത്മജാം, സീതയെ നീ അമ്മയായി കാണണം. രാമൻ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനാണെങ്കിൽ സീത ഈ പ്രപഞ്ചത്തിൻ്റെ നാഥയാണ് എന്നറിഞ്ഞുകൊണ്ട് നീ സേവിക്കണം. ദേവിയായി കാണണം. മാം അമ്മയായി കാണണം. സീതയെ ദേവിയായും അമ്മയായും കാണണം.
എന്ന് പഠിപ്പിക്കുകയാണ്. അയോധ്യാം അടവീം വിധി. അയോധ്യ എന്ന വാക്കിനർത്ഥം യുദ്ധമില്ലാത്തിടം എന്നാണ്. ശാന്തിയുടെ, സമാധാനത്തിൻ്റെ ഇടമെന്നാണ് അയോധ്യയുടെ അർത്ഥം. അടവിയിൽ, കാടിൽ അതിന് വിപരീതമായ ഫലങ്ങളാണ് കാട്ടിലുണ്ടാകുന്നത്. എപ്പോഴും പ്രശ്നങ്ങളും കൊല്ലും കൊലയും ഒക്കെയാണ് കാടിൽ നടക്കുന്നത്. അയോധ്യ ശാന്തിയുടെ ഇടമാണ്. അത് ആത്മാവിൻ്റെ ഇടമാണ്. ആത്മരീതിയിൽ ബോധതലമാണ് അയോധ്യ. നിനക്ക് ആ ബോധതലത്തിലെത്താൻ നിനക്ക് സാധിക്കണം. ഗച്ഛദാതായതാ സുഖം. മകനെ, നീ ആ ബോധത്തോടു കൂടി നീ മുന്നോട്ട് ഗമിക്കുക, നീ സേവിക്കുക. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളിന്റെ ഭാഗമായി കൊച്ചി അമൃത ആശുപത്രിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമീണ മേഖലകളിലെ വനവാസികളുടെ ശ്വാസകോശ രോഗങ്ങൾ, വായിലെ അൾസർ, TB സ്ക്രീനിംഗ് എന്നിവയ്ക്കുള്ള ചികിത്സയാണ് നൽകിയത്. മാനന്തവാടി മാതാ അമൃതാനന്ദമയി മഠത്തിന്റെയും അമൃത ടെലിമെഡിസിൻ ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമാശ്വാസം എന്ന ടെലിമെഡിസിൻ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിദഗ്ധൻ പ്രൊഫസർ ഡോക്ടർ അഖിലേഷ് K, ഡോക്ടർ കുനാൽ എന്നിവർ നേരിട്ടും, ഹെഡ് ആൻഡ് നെക്ക് വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യർ ടെലിമെഡിസിൻ വഴിയും രോഗികളെ പരിശോധിച്ചു. മാനന്തവാടി നഗരസഭ വൈസ് ചെയർമാൻ ജേക്കബ് സെബാസ്റ്റ്യൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ P. നാരായണൻ നായർ, ബ്രഹ്മചാരിണി, ദീക്ഷിതാമൃത ചൈതന്യ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് മാവരപ്പാറ. തല ഉയർത്തി നിൽക്കുന്ന മലകൾക്ക് നടുവിലൂടെ നോക്കത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന പച്ചവിരിച്ച പാടമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണെങ്കിലും തൊട്ടടുത്ത സ്ഥലങ്ങളിലുള്ളവർക്ക് പോലും പരിചിതമായി വരുന്നതേയുള്ളൂ ഈ മനോഹര സ്ഥലം. നീലാകാശം, പച്ചപുതച്ച പാടം, സമൃദ്ധമായി ജലമൊഴുകുന്ന തോടുകൾ, കണ്ണാടി പോലെ തിളങ്ങുന്ന പാറക്കുളം. മാവരപ്പാറയുടെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യത്തിൽ ആരും മതിമറന്നു നിന്ന് പോകും, എത്ര നേരം വേണമെങ്കിലും. വൈകുന്നേരങ്ങളിലെ അസ്തമയ സൂര്യനും ഇളം കാറ്റും ഈ ദൃശ്യവിസ്മയം കൂടുതൽ സുന്ദരമാക്കും. ഒരു ദിവസത്തിലെ മുഴുവൻ ക്ഷീണവും മാവരപ്പാറയിലെ ഒരു സായാഹ്നം മായ്ച്ചു കളയും. വളരെ വളരെ മനോഹരമായ സ്ഥലം. പത്തനംതിട്ട ജില്ലയിൽ പന്തളം ഏരിയയിൽ വരുമ്പോൾ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. വൈകുന്നേരങ്ങളാണ് കൂടുതൽ, കാരണം സൺസെറ്റ് ഒക്കെ കിട്ടാൻ പറ്റും. പഴയ പാറക്വാറിയായിരുന്നു മാവരപ്പാറ. മലയുടെ വലിയൊരു ഭാഗം ഇന്നില്ലെങ്കിലും ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം പൂർണ്ണമായും നശിച്ചിട്ടില്ല. നല്ല സ്ഥലമാണ്. വൈകിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് കുറച്ചു നേരം ഇരിക്കാം. പിന്നെ അധികം അങ്ങനെ ആർക്കും അറിയാത്ത സ്ഥലമാണ്. പിന്നെ വരുമ്പം ഇച്ചിരി സൂക്ഷിച്ച് വരണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സ്ഥലം വൃത്തിയായിട്ടായിരിക്കുന്നത്. പിന്നെ നമ്മൾ വരുന്നവർ നശിപ്പിക്കാതിരുന്നാൽ മതി. സമൂഹ മാധ്യമങ്ങളിലൂടെ സഞ്ചാരികളുടെ കണ്ണിലുടക്കിയിട്ടുണ്ട് മാവരപ്പാറ. ഇപ്പോൾ നിരവധി ആളുകളാണ് ദിവസവും ഇവിടം തേടിയെത്തുന്നത്. ഒന്ന് ഓർക്കുക, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ സ്വന്തം സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടതുണ്ട്. കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ K. ദിലീപ് ചേരുന്നുണ്ട്. ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി സാധ്യതകൾ എങ്ങനെയാണ്? ഇന്നും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരമാണെങ്കിൽ കൂടിയും നമ്മുടെ വിപണിയിൽ ഇപ്പോഴും വിൽപ്പന തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്ക് വേണ്ട രീതിയിൽ വിപണിയെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. IT മേഖലയിൽ പ്രവർത്തന ഫലം വന്നത് മുതൽ തുടങ്ങുന്ന ഒരു വിൽപ്പന ഇപ്പോഴും തുടരുക തന്നെയാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയുടെ ഈ ഒരു അവസരത്തിൽ വിൽപ്പന തുടരുന്നത് വിപണിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വിൽപ്പന തുറന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാ സാങ്കേതിക നിലവാരങ്ങളും ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത്. 25,000-ന് താഴെയാണ് മുൻനിര സൂചിയായി നിഫ്റ്റിയിൽ ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഈ ഒരു നില തുടരുകയാണെങ്കിൽ 24,700 എന്ന നിലവാരത്തിലാണ് ഇനി അടുത്ത ഒരു പ്രധാന സപ്പോർട്ട് കാണുന്നത്. അത് ഭേദിക്കുകയാണെങ്കിൽ 24,500-ലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു രീതിയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ തീർച്ചയായും ആ നിലവാരത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അടുത്ത വരാനിരിക്കുന്ന
റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗമാണ് ഇനി വിപണിയെ സ്വാധീനിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുവരെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും വിപണിയിലെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമാവുക. FMCG മേഖലയിലെ പ്രവർത്തന ഫലം കഴിഞ്ഞ ദിവസം നെസ്ലയുടെ പ്രവർത്തന ഫലം പുറത്തു വന്നത് ആ ഒരു മേഖലയിലും വിൽപ്പന സമ്മർദ്ദം തുടരുന്നതിന് കാരണമായി. വരും ദിവസങ്ങളിലും ഇത്തരം പ്രവർത്തന ഫലങ്ങൾ വരുന്നതനുസരിച്ച് ഓഹരികൾ പ്രതിനിധാനം ചെയ്യുന്ന മേഖലകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടൊരു നീക്കമായിരിക്കും വിപണിയിൽ ഇനി ഉണ്ടാവുക. എന്തായാലും നിക്ഷേപകർ ഇപ്പോൾ ഒരു കരുതലോടെ ഇടപെടേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള വിപണിയുടെ ഓരോ തിരുത്തലും വിൽപ്പനയിലും ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിക്ഷേപിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ആ ഒരു ഘട്ടം മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും ഇപ്പോൾ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ഇന്നെന്തായാലും നഷ്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, വളരെയധികം നന്ദി ശ്രീ കെ ദിലീപ്. തിരുവനന്തപുരം കരമന കാലടി തൈവിള മുദ്ര നഗറിലെ ജെ കൃഷ്ണൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അമൃത ടെലിവിഷനിലെ അഡ്മിനിസ്ട്രേഷൻ കോർഡിനേറ്റർ പ്രിയാകുമാരി മകളാണ്. സംസ്കാരം ഇന്ന് 12:30 ശാന്തി കവാടത്തിൽ. തിരുവനന്തപുരത്ത് 2ാം തവണയും ഡോഗ് ഷോ ഒരുക്കിയ അനന്തപുരി കനൽ ക്ലബ്ബ്. വിവിധ ഇനങ്ങളിലായി 250ഓളം മുന്തിയ ഇനം നായകളാണ് പ്രദർശനമേളയെ സജീവമാക്കിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും വലുതുമായ ഇനം നായ്ക്കളെ ഉൾപ്പെടുത്തിയാണ് തിരുവനന്തപുരം കെനൽ ക്ലബ് 2ാം വർഷവും ഡോഗ് ഷോ സംഘടിപ്പിച്ചത്. ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡായ ഷിവാവോയും മിൻപിന്നും റോഡ് വൈലേഴ്സും ഗ്രേറ്റ് റൈഡും ജർമ്മൻ ഷെപ്പേർഡും ഇന്ത്യൻ ബ്രീഡുകളായ കോംബ, രാജപാളയം തുടങ്ങി 40ലധികം ഡോഗ് ബ്രീഡുകളിലായി 200ലധികം ഡോഗുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇത് റോഡ് വീലർ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇത് സെർബിയൻ ഇമ്പോർട്ടാണ്. ഇത് FX കെന്നൽ എന്ന വിതിരയാണ് നമ്മുടെ കെന്നൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഈ അനന്തപുരിയുടെ ഷോയിൽ BOB ഗ്രൂപ്പ് ഫസ്റ്റും കിട്ടിയായിരുന്നു. ഇത് ഇനി അടുത്ത് നാഗർകോവിൽ ഷോ ഉണ്ട്, അടുത്ത ഞായറാഴ്ചയാണ്. വലിയ ഡോഗുകളുടെയും ചെറിയ ഡോഗുകളുടെയും മത്സരങ്ങൾ കൂടാതെ വനിതാ ഡോഗ് ഹാൻഡ്ലിംഗ് മത്സരവും കുട്ടികളുടെ ഡോഗ് ഹാൻഡ്ലിംഗ് മത്സരവും ഇതിന്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ബീഗിൾ സ്പെഷ്യാലിറ്റി ഷോ ഞങ്ങളിവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ ബീഗിൾ സ്പെഷ്യാലിറ്റി ഷോ മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് ബീഗിൾ സ്പെഷ്യാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നത്. 250ലധികം പേര് നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഇവിടെ നായ്ക്കളെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ആകാര ഭംഗി, ത്വക്കിൻ്റെ ആരോഗ്യം, പല്ലിൻ്റെ എണ്ണം, അതിൻ്റെ സിസർ ബൈറ്റ് എന്ന് ഞങ്ങൾ പറയാറുണ്ട് ഈ ഡോഗ്സ് വളർത്തുന്നവരുടെ ഭാഷയിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതകൾ, പിന്നെ ഇത് ചലിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ, ഇതൊക്കെ അടിസ്ഥാനമാക്കി വിലയിരുത്തിയാണ് ഒരു ജഡ്ജ് ഡോഗിനെ വിലയിരുത്തി അതിലെ വിജയിയെ പ്രഖ്യാപിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം ഡോഗുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ ഡോഗ് ബ്രീഡുകളുടെ പങ്കാളിത്തവും കാഴ്ചക്കാരുടെ സാന്നിധ്യവും കൊണ്ട് അനന്തപുരി കെന്നൽ ക്ലബ് ഡോഗ് ഷോ 2ാം പതിപ്പും ശ്രദ്ധേയമായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജോർജിയയിലെ ബാത്തൂമിയിൽ തുടരുന്ന ഫിഡെ ചെസ് വനിതാ ലോകകപ്പ് ജേതാവിനെ ഇന്നറിയാം. ഫൈനലിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിയും ദിവ്യ ദേശ്മുഖുമാണ് ഏറ്റുമുട്ടുന്നത്. റാപ്പിഡ് ടൈ ബ്രേക്കറിൽ ഫലം കണ്ടില്ലെങ്കിൽ ബ്ലിറ്റ്സ് ആർമഗൻ മത്സരം നടത്തി വിജയിയെ നിശ്ചയിക്കും. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.